ഫാമിലി, അപ്പോൾ അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു ലാസ്റ്റ് ഒരു 4 to 5 years ആയിട്ട് ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ ഹോസ്റ്റൽ അതാണ്. അപ്പം ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ സമയം ഓൾറെഡി ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട്. 2:30 ആകുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഉണ്ട്, നീതുണ്ട്, രമേശ് ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് വരാം. അങ്ങനെ ഒരു 15 മിനിറ്റുള്ളിൽ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. 2 കാര്യമുണ്ട്. അത് ഒന്ന്, ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് പോകുമ്പോൾ അബായ യൂസ് ചെയ്യുന്നില്ല, അതായത് പർദ്ദ ഇടുന്നില്ല. രണ്ടാമത്തേത് സർപ്രൈസാണ്. അത് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കറക്റ്റ് 2:30 ആയപ്പോൾ തന്നെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടി വിളിച്ചേക്കുന്നത് ഇവിടെയുള്ള ഒരു മലയാളി ചേട്ടനെയാണ്. ഹക്കീം എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് സിറ്റിയിലേക്ക് 200 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. അതായത് 2 മണിക്കൂർ നമ്മൾ കാറിൽ തന്നെ ഇരിക്കണം. തിരിച്ച് ഇങ്ങോട്ടാണെങ്കിലോ വീണ്ടും 2 മണിക്കൂർ. അങ്ങനെ മിനിമം 4 മണിക്കൂറെങ്കിലും ട്രാവലിങ്. ആദ്യത്തെ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ നീതു ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അവൾ സൈഡിലേക്ക് തിരിഞ്ഞ് കിടന്നുറങ്ങുന്നു, കിടന്നുറങ്ങുന്നു. അവൾ എന്തായാലും ഉറങ്ങിക്കോട്ടെ, പക്ഷെ ഞങ്ങളിൽ ഒരാളെ എന്തായാലും ഉണർന്നിരിക്കും. കാരണം ഈ ഏരിയ എന്ന് പറയുന്നത് ആക്സിഡൻറ്റ് സോൺ ഏരിയ ആണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ മാക്സിമം കേസസ് വരുന്നതും ആക്സിഡൻറ്റ്സ് ആണ്. സോ ഈ ട്രാവലിംഗ് എന്ന് പറയുന്നത് ഇത്തിരി റിസ്ക് പിടിച്ച ഒരു പരിപാടി. ഡ്രൈവ് ചെയ്യുന്ന ആൾ ഉറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നോക്കാറുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പ്രിക്കോഷൻ, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മഴച്ചാറ്റിൽ വന്നത്. ആദ്യം കുറച്ച് മഴയായിരുന്നു, പിന്നെ ഓരോ ഏരിയയും കവർ ചെയ്യണതിനനുസരിച്ചിട്ട് മഴ കൂടി വരുന്നുണ്ടായിരുന്നു. ഓൾറെഡി റിസ്ക് പിടിച്ച പരിപാടിയാണ്, അതിൻ്റെ കൂടെ മഴ കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ 1.95K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവരോടും സ്നേഹം മാത്രം. പിന്നെ ഇപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൗദി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അറിയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇൻസ്റ്റ വഴി കോൺടാക്ട് ചെയ്യുക. ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് 5 മണിക്കായിരുന്നു ഇവിടെ എത്തേണ്ടത്. നമ്മൾ 4:45 ആയപ്പോഴേ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഉനൈസയിലുള്ള ഒത്തേം മാളാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഈ പ്ലേസും കാര്യങ്ങളൊക്കെ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞ വഴി വെച്ച് ഇങ്ങോട്ട് പോന്നു എന്ന് മാത്രം. ഞങ്ങൾ വന്ന വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ദൂരം 2 മണിക്കൂർ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ഈ മാളിലാണ് വന്നേക്കുന്നത്. ഇവിടെ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ബുറൈദയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ലുലു മാളുള്ളത്. അപ്പോൾ ഇൻ കേസ് സമയം കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുലു മാളിലും പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കൊല്ലത്തിൽ 2 മാസമാണ് നമ്മൾ നാട്ടിൽ പോയി നിൽക്കുന്നത്. ബാക്കി 10 മാസം നമ്മൾ ഇവിടെ സൗദിയിലാണ്. ആ സൗദിയിലാണെങ്കിൽ പോലും ഞങ്ങൾ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറില്ല. കൂടുതലും ഹോസ്റ്റലിൻ്റെ ആ 4 ചുവരിനുള്ളിലാണ്. ഇപ്പം ഞങ്ങൾ വന്നേക്കുന്നത് ഞങ്ങളുടെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒനൈസയിൽ ഒത്തൈമാനിനുള്ളിൽ നോയർ സിനിമാസിലാണ്. ഇന്ന് നമ്മൾ ലാലേട്ടൻ്റെ തുടരും സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങൾ 3 പേരും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ച് ഇതേപോലെ വരാൻ പറ്റിയത് തന്നെ സന്തോഷമാണ്. അങ്ങനെ ഞാനവിടെ ചെല്ലുമ്പോഴേക്കും നീതു ടിക്കറ്റ് എടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ മാത്രമായിരിക്കും അന്ന് ഫിലിം കാണാൻ വന്നിട്ടുണ്ടാവുക എന്നാണ്. എന്നാൽ അവിടെ ഫുൾ മലയാളീസായിരുന്നു, ഫാമിലി ആയിട്ടും അല്ലാണ്ടും ഫ്രണ്ട്സായിട്ടും വരുന്നവർ. ഇവിടെ നോയർ സിനിമാസിൽ കുറേ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫിലിംസ് ഇവിടെയാണ് ഷോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് അടുത്തുള്ളതും ഇവിടെയാണ്. അടുത്തെന്ന് പറയുമ്പോൾ 2 മണിക്കൂർ ട്രാവലിങ്. എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് എല്ലാവരും തിയേറ്ററിൽ പോയി സ്റ്റാറ്റസ് ഇടുന്നത് കണ്ടിട്ട് ഞങ്ങൾക്കും അങ്ങനെ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നീതു വെക്കേഷന് പോയേക്കായിരുന്നു. എന്നാൽ പിന്നെ നെക്സ്റ്റ് ടൈം ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒക്കേഷൻ ഞങ്ങൾക്ക് വീണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഉള്ളിലേക്ക് കയറി. സീറ്റും കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു. ആൻഡ് തിയേറ്റർ ഫുള്ള് ആൾക്കാരുണ്ടായിരുന്നു. സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെറുതാണെങ്കിലും ഞങ്ങൾക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടി. ഇവിടെ ഒരു ടിക്കറ്റിന് 37 റിയാലാണ്. അതായത് നമ്മുടെ നാട്ടിലത്തെ ഓൾമോസ്റ്റ് 800 രൂപ വരും. അതുകൂടാതെ ട്രാവലിങ്ങും ഫുഡും എല്ലാം കൂടി നാട്ടിലത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു 5000 രൂപയെങ്കിലും പൊട്ടും. അങ്ങനെ ഫിലിം സ്റ്റാർട്ട് ചെയ്ത് ഇൻ്റർവെല്ലായപ്പോൾ ഞങ്ങളിതാ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. പോപ്കോൺ ഇല്ലാണ്ട് എന്താഘോഷം. അങ്ങനെ പോപ്കോണൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് കയറി. ഇനി സിനിമയെക്കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരുൺ മൂർത്തിയുടെ ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക ഇതൊക്കെ വെച്ച് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു തരം ഡിഫറെൻറ്റ് സ്ക്രീൻ പ്ലേ ആയിരുന്നു. കൂടെ നമ്മുടെ ലാലേട്ടനും കൂടി ആയപ്പോൾ അത് പൊളിച്ചു. എനിക്ക് കൺവിൻസിങ് ആവാറുന്നത് ശോഭനയുടെ ആക്ടിങ് മാത്രമാണ്. ആക്ടിങ് ആണോ കാസ്റ്റിംഗ് ആണോ എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. നമുക്ക് നമ്മുടെ പണ്ടത്തെ ലാലേട്ടൻ ഇതിൽ കാണാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കട്ടയ്ക്ക് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വില്ലനെയും നമുക്കിതിൽ കാണാൻ പറ്റും.
ഒരു സിനിമ കണ്ട് അതിലെ വില്ലനോട് നമുക്ക് ദേഷ്യം തോന്നുക ആ നടൻ്റെ വിജയമാണ്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു ക്യാരക്ടർ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓവറോൾ ഈ പടം അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണല്ലോ 100 കോടി മാറിയത്. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഒരു ഫ്ലോപ്പ് പടം കണ്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തോ ഭാഗ്യത്തിന് ഈ സിനിമയ്ക്ക് തന്നെ വരാൻ പറ്റി. എന്തായാലും ഞങ്ങൾക്ക് ഹാപ്പിയായി. മാളിനുള്ളിൽ തന്നെ സെൻറ്റർ പോയിൻറ്റും അതുപോലെ തന്നെ റെഡ് ടാഗ് അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും ഒന്ന് കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ 8 മണിയായപ്പോൾ നമ്മുടെ ഫിലിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ സെൻറ്റർ പോയിൻറ്റിലും റെഡ് ടാഗിലും പിന്നെ അതുപോലെ തന്നെ അവിടെ കണ്ട ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും ഞങ്ങൾ കയറിയിട്ടുണ്ട്. പിന്നെ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ ഇന്നർ ടീഷർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ യൂണിഫോം ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനിടയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇന്നർ ടീഷർട്ട് വേണം. എന്നാൽ പിന്നെ അതങ്ങോട്ട് വാങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഓരോ ഷോപ്പിലും കയറി നിറങ്ങി ഞങ്ങൾ നേരെ ചെന്നത് ഗെയിമിംഗ് ഏരിയയിലേക്കാണ്. കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഗെയിമിംഗ് ഏരിയ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പണ്ടൂരൊക്കെ പോലെയാണ് ഇവിടെയും ഈ സെക്ഷൻ ഉള്ളത്. അവിടെ ഇതേപോലത്തെ കുറേ റൈഡ്സും അതുപോലെ തന്നെ സ്വിങ്സൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പിള്ളേർക്കുള്ളതാണ്. ആക്ച്വലി കണ്ടപ്പോൾ ഒരു കൊതിയൊക്കെ തോന്നിയായിരുന്നു നമുക്കും അതിലൊക്കെ കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, പോത്ത് പോലെ വളർന്നില്ലേ. എന്നാൽ പിന്നെ ഒരു റൗണ്ട് ഉള്ളിക്കൂടെ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 3 പേരും അങ്ങോട്ട് നടന്നു. ഇവിടെ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നത്. ഉള്ളിലേക്ക് ചെല്ലുന്തോറും അവിടെ ആൾക്കാർ കുറവായിരുന്നു. ഈ സെക്ഷനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഫുഡ് കോർട്ട് ഉള്ളത്. ഈ ഫുഡ് കോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലുള്ളത് ബ്രോസ്റ്റ്, ബർഗർ, പിന്നെ പിസ്സ. വേറെ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഫുൾ ഫാസ്റ്റ് ഫുഡാണ്. ഇടയ്ക്കാണല്ലോ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കേരള ഫുഡ് കഴിക്കണ്ടേ. ഈ ബ്രോസ്റ്റും പിസ്സയും ഒക്കെ നമ്മൾ ഓൾറെഡി ഹോസ്റ്റലിൽ ഓർഡർ ചെയ്ത് കഴിക്കുന്നതാണ്. സോ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാണ്ട് ഞങ്ങൾ നേരെ ആ ഗെയിമിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി. അതിനിടയിൽ നമ്മുടെ നീതു ബ്രൗസ് ചെയ്തതാ നമ്മുടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 10 മണി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ തിരിച്ച് ട്രാവൽ ചെയ്യണം. സോ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോകണം. പാരഗൺ റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് പാഴ്സലും വാങ്ങുന്നു. തിരിച്ച് ഹോസ്റ്റലിൽ പോകുന്നു. ഒരൊറ്റ ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ട്രാവൽ ചെയ്തത്. പക്ഷേ ഈ ഫിലിം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ മൈൻഡും കാര്യങ്ങളൊക്കെ ഇത്തിരി ഫ്രഷ് ആയിട്ടുണ്ട്. നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. അത് വേറെ ഒരാൾ കൊണ്ടുവന്ന് തരത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി കേട്ടോ.